പോൺ ഫോർ ട്രാവലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് അറുപടേ വീടിലെ അഞ്ചാമത്തെ അമ്പലമായ തിരുത്തണി. തിരുത്തണിയിലേക്കെല്ലാം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്പലത്തിലേക്കുള്ള മുഖ്യ കവാടത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ അകത്തേക്ക് കയറുകയാണ്. ഈ മൊബൈൽ മേടിക്കണമെന്ന് തോന്നുന്നു. മേടിക്കാൻ വയ്യാഞ്ഞിട്ടെല്ലാം വരുള്ളൂ. എനിക്ക് ഇതിൻ്റെ വോയിസ് ഇഷ്ടമല്ല. അറിയല്ല. അറുപടേ വീടിലെ അഞ്ചാമത്തെ അമ്പലമായ തിരുത്തണിയുടെ ദർശനമാണ് നിങ്ങൾ പുറത്തു നിന്നുള്ള ദർശനമാണ് നിങ്ങൾ കാണുന്നത്. നമുക്കിനി വിഭാഗത്തേക്ക് പോകാം. ഇവിടേക്ക് വരുവാനായിട്ട് ചെന്നൈയിൽ നിന്നും ഏകദേശം 75 കിലോമീറ്റർ ദൂരമുണ്ട്. ചെന്നൈയിൽ നിന്നും നിങ്ങൾക്ക് ബസ് അവൈലബിൾ ആണ് ഇവിടേക്ക് എത്തുവാനായിട്ട്. ഞങ്ങൾ കാറിനാണ് വന്നത്. തിരുത്തണി അമ്പലം സ്ഥിതി ചെയ്യുന്ന ഒരു മലയുടെ മുകളിലാണ്. ഇപ്പം നമ്മൾ കാറിൽ വരുമ്പോൾ നമുക്ക് നേരെ മുകളിൽ അമ്പലത്തിൻ്റെ അടുത്ത് വരെ എത്താൻ പറ്റും കാറിൽ തന്നെ. അല്ലാതെ വരുന്നവർക്ക് നടന്നു വരുന്നവർക്ക് ഒരു 365 പടികളുണ്ട്. ഈ 365 പടികൾ എന്ന് പറയുന്നത് ഒരു വർഷത്തിലെ 365 ദിവസത്തെ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ ഗോപുരത്തിനടിയിൽ കൂടെ താഴത്തോട്ടൊരു വഴിയുണ്ട്. അതുവഴി നമുക്ക് മല നടന്ന് കയറുന്ന വേറൊരു വഴിയുണ്ട്. ഞങ്ങൾ വന്നത് കാറ് വരുന്ന വഴിയാണ്. അപ്പോൾ നമുക്ക് അമ്പലത്തിൻ്റെ അടുത്ത് വരെ നമുക്ക് കാറിലെത്താൻ പറ്റും. അല്ലാതെ നേർച്ചയൊക്കെ ഉള്ളവർ നടന്നു വരുന്നവരും ഉണ്ട്. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ ഫ്രണ്ടിൽ നല്ല ഒരു കാർ പാർക്കിംഗ് ഉണ്ട്. നമുക്ക് കാർ പാർക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. 30 രൂപയായിരുന്നു കാർ പാർക്കിംഗ് ചാർജ് ചെയ്തത്. ഇവിടെ അമ്പലത്തിൻ്റെ ഗോപുരമാണ് കാണുന്നത്. ഗോപുരത്തിൻ്റെ അവിടെ നിന്ന് താഴേക്കാണ് 365 സ്റ്റെപ്പുകളുള്ളത്. ഞാനും വയനസും അങ്ങനെ നല്ലൊരു ദർശനം കഴിഞ്ഞിട്ട് പുറത്ത് വന്നതാണ്. അമ്പലത്തിനകത്ത് ക്യാമറ അലൗഡ് അല്ല, അതുകൊണ്ട് റെക്കോർഡിംഗ് ഒന്നുമില്ല. നമ്മൾ പുറത്തെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദർശനം കഴിഞ്ഞ് നേരെ പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയാണിത്. ബാക്ക് വശത്ത് നല്ല വ്യൂ ആണ്. ഇതുവഴിയാണ് നമ്മൾ ഇറങ്ങി വരുന്നത് ദർശനം കഴിഞ്ഞിട്ട്. ഇതാണ് ഗോപുരം. ഈ ഗോപുരത്തിൻ്റെ അവിടെ നിന്ന് താഴേക്കാണ് ഒരു വഴിയുള്ളത്. അവിടെയാണ് 365 സ്റ്റെപ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ നേരെ അടിയിലോട്ട് ഇറങ്ങിപ്പോകാനായിട്ട് ഇതൊരു മലയാണ്. ഇപ്പോൾ താഴോട്ട് നമുക്കൊരു ഇറക്കമാണ്. പിന്നെ ഇവിടുത്തെ ഒരു നേർച്ചയാണ് ഉപ്പ്. ഉപ്പിനെ പറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ. നെഗറ്റീവ് എനർജി വലിച്ചെടുക്കാൻ കഴിവുള്ളതാണ് ഉപ്പ്. റേക്കിയിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ ഉപ്പ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഈ ഉപ്പ് ഒരു പാക്കറ്റ് മേടിക്കാൻ കിട്ടും. അത് നമ്മൾ ഒഴിഞ്ഞിട്ട് ഇവിടെ ഒരു കല്ലുണ്ട്, അതിൽ നിക്ഷേപിക്കുന്ന ഒരു ചടങ്ങ് ഇവിടെയുണ്ട്. അതിപ്പം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിപ്പം നമ്മുടെ താഴേന്ന് വരുന്ന വഴിയുടെ വ്യൂ ആണ്. ഇതാണ് ഗോപുരം. ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങിപ്പോകണം. ഇവിടെയാണ് കർപ്പൂരാഴി. ഈ കർപ്പൂരാഴിയുടെ അടുത്ത് തന്നെയാണ് ഈ ഉപ്പ് പാക്കറ്റ് അവിടെ മേടിക്കാൻ കിട്ടും. ഇത് തന്നെ ഉപ്പ് പാക്കറ്റ് മേടിക്കാൻ കിട്ടും. ഉപ്പ് പാക്കറ്റ് നമ്മൾ മേടിച്ചിട്ട് നമ്മളിൽ ഒഴിഞ്ഞതിന് ശേഷം അതിൽ പൊട്ടിച്ചിടുകയാണ് ചെയ്യുന്നത്. ഞാനത് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതാണ് ഉപ്പ് പൊട്ടിച്ചിടുന്ന സ്ഥലം. ഉപ്പും കുരുമുളകും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത പാക്കറ്റ് അവിടെ മേടിക്കാൻ കിട്ടും. 10 രൂപയാണ് ഒരു പാക്കറ്റിന് ചാർജ് ചെയ്യുന്നത്. ഇവിടെ ചേച്ചിമാർ വെയിലും ഒക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ സ്റ്റാഫാണ്. ഈ കാണുന്നതാണ് ഉപ്പ് കിട്ടുന്ന കൗണ്ടറാണിത്. 10 രൂപയാണ് ഉപ്പിൻ്റെ ചാർജ്. പിന്നെ നമുക്ക് നെയ്വിളക്ക് കത്തിക്കാൻ ഒരു പ്രത്യേക ഇടമുണ്ട്. ഇവിടെയാണ് നെയ്വിളക്കെല്ലാം കത്തിച്ച് വെക്കുന്നത്. നെയ്വിളക്കും അവിടെ മേടിക്കാൻ കിട്ടും. വേണ്ടവർക്ക് മേടിച്ച് ഇവിടെ കത്തിച്ച് വെക്കാൻ പറ്റും. അകത്ത് നെയ്വിളക്ക് കത്തിക്കാനുള്ള സംവിധാനമില്ല, പുറത്താണ് കത്തിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ഉപ്പിൻ്റെ പൂജയാണ് ഇനി ചെയ്യുന്നത്. ഉപ്പ് ഒഴിഞ്ഞതിന് ശേഷം ഉപ്പ് പാക്കറ്റിൽ അതിൽ ഉപ്പും കുരുമുളകുമാണുള്ളത്. ഒഴിഞ്ഞതിന് ശേഷം അത് ഒഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ നെഗറ്റീവ് എനർജി എല്ലാം ഉപ്പ് വലിച്ചെടുക്കും. അതിനുശേഷം ഇവിടെ പൊട്ടിച്ചിടുകയാണ് ചെയ്യുന്നത്. പിന്നെ കൂടാതെ എല്ലാവരും സെൽഫി എടുക്കുന്ന ഈ ഒരു പോയിൻ്റാണ് ഇവിടെ. കാര്യം എന്താ വെച്ചാൽ ഗോപുരം, പിന്നെ അതുകൂടാതെ ഇവിടെ ബോർഡുണ്ട്. അമ്പലത്തിൻ്റെ ഒരു മുരുക എന്നെഴുതിയ ബോർഡുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് നേരെ ഫ്രണ്ടിലേക്ക് വരികയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ
ദർശനമെല്ലാം കഴിഞ്ഞുകൊണ്ട് പതിയെ തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ്. ഇതാണ് നെയ്വിളക്ക് കത്തിക്കുന്ന ഞാൻ പറഞ്ഞ സ്ഥലം. പ്രത്യേകം ട്രേ പോലെ കൊണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാറ്റടിക്കാതെ വിളക്ക് കത്തി നിൽക്കും. ഇവിടെ അടുത്ത് തന്നെ മേടിക്കാനും കിട്ടും നെയ്വിളക്ക്. അപ്പോൾ എല്ലാവരും മിക്കവാറും വരുന്ന ആൾക്കാരും ഈ ഉപ്പ് മേടിച്ച് നെഗറ്റീവ് എനർജി റിമൂവ് ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെ അതുകൂടാതെ ഇവിടെ എല്ലാവരും ഒരു താഴ് മേടിച്ച് പൂട്ടിയിടുന്നതായിട്ട് കണ്ടു. ഇതിപ്പോൾ നല്ല ചേച്ചിമാർ വേല് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ക്ലീനിങ് സ്റ്റാഫ് ആണവർ. വളരെ വിശാലമായ സ്ഥലമാണ് അമ്പലത്തിന് ചുറ്റും. ഇതാണ് മലമേളിൽ നിന്നും താഴേക്കുള്ള വ്യൂ. തിരുത്താണി എന്ന് പറയുന്ന ടൗണ് താഴെ നിന്ന് കാണാം. ഇതാണ് കയറി വരുമ്പോഴുള്ള മുരുക എന്ന് എഴുതിയിരിക്കുന്ന ബോർഡ്. ഞങ്ങൾ വന്നപ്പോൾ വലിയ ക്യൂ ഒന്നും ഇല്ലായിരുന്നു. ഈ ക്യൂവിനുള്ള കൂടാണ് ഈ കാണുന്നത്. ഞങ്ങൾ വന്നപ്പോൾ എന്തായാലും ക്യൂ ഒന്നും ഇല്ലായിരുന്നു. വളരെ നല്ലൊരു ദർശനം ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ പോയ എല്ലാ അമ്പലത്തിലും ഞങ്ങൾക്ക് നല്ല ദർശനമാണ് കിട്ടിയത്. നന്നായിട്ട് തൊഴാൻ പറ്റി. അങ്ങനെ നമ്മുടെ അറുപടേ വീടിൻ്റെ കാഴ്ചകൾ എല്ലായിടത്തും പോയി നല്ല ദർശനം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. അപ്പം വീണ്ടും ഒരു വീഡിയോയുമായി വീണ്ടും കാണും വരെ വണക്കം, ബൈ ബൈ. അങ്ങനെ നമ്മുടെ സാരഥി നവംബർ സിറ. അപ്പോൾ 73 ബൈ ബൈ. VU to UZ and VU to YNS from Tirthani. Never